കാലം കുറേ ആയല്ലേ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും കൂടിയിട്ട്. എൻ്റെ നാട്ടിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് ഞാൻ കാണിച്ചു തരട്ടെ. കുറേ കാലം ആഗ്രഹിക്കുന്നത് കാണിക്കണം എന്നുള്ളത്. ഈ ഒരു വഴി ഉണ്ടല്ലോ, ഈ ഒരു വഴി ആ ഒരു ദ്വീപിലോട്ടുള്ളതാണ്. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഇവിടെ ആകെ പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വഴിയുള്ളൂ. അതിൽ മനോഹരമായിട്ടുള്ള ഒരു പാലം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ സംസാരിച്ച് സമയം കളയുന്നില്ല. മനോഹരമായിട്ടുള്ള ഒരു ഹെലികാം ഷോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലം കൂടിയാണത്. ഐലക്കാട് ആളം ദ്വീപ് ഒന്ന് കണ്ടു നോക്കിയേ. ഈ ആളം ദ്വീപിലെ ഒരു വലിയ പള്ളിയുണ്ട്, അതേപോലെ ഒരു അമ്പലമുണ്ട്, പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു കടയുണ്ട്, പിന്നെ ഒരു ചായക്കട ഉണ്ട്. എന്നും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ആകെ തിരക്കായിരിക്കും. കാരണം ഈ മനോഹാരിത കാണാനും പ്രകൃതിയെ ആസ്വദിക്കാൻ വരുന്ന ആളുകളാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പ്രവാസികൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ഥലം, ഏതാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എടപ്പാൾ പഞ്ചായത്തിലെ ഐലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ആളം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഈ കായലിനോട് ചുറ്റപ്പെട്ടിട്ടുള്ള ചെറിയ 2-3 ദ്വീപുകൾ അതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്. അതിൽ ആൾതാമസമൊന്നുമില്ല, ചെറിയ സ്ഥലങ്ങളാണ്. ചില ആളുകളൊക്കെ ചിലപ്പോൾ വില പേശാനൊക്കെ സാധ്യത ഉള്ളതാണ്. അതിമനോഹരമായിട്ടുള്ള ദ്വീപുകളാണ്. ഒരു പക്ഷേ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തേടി പല സ്ഥലങ്ങൾ അലയാറുണ്ട് അല്ലേ. എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് തന്നെ നല്ലപോലെ ഒന്ന് ഇറങ്ങി നോക്കിയാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. പക്ഷെ നമ്മളതൊന്നും നോക്കാൻ നിൽക്കില്ല. നമുക്ക് വേണ്ടത് ഊട്ടി, കൊടൈക്കനാൽ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ സ്വന്തം നാട് തന്നെ മനോഹര എന്നുള്ളതാണ്. ഞാൻ ആ പോകുന്ന വിഷ്വല് ഹെലികാമിൽ ഒന്ന് എടുക്കട്ടെ, ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ആ വിഷ്വൽസ്? പൊളിയല്ലേ? അതാണ് ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അതിമനോഹരമാണ് എന്നുള്ളതാണ്. ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും നമ്മൾ ഏതൊരു സ്ഥലവും ഹെലികാമിലൂടെ നോക്കിയാൽ എന്നുള്ളതാണ്. അതായത് മനോഹാരിത നമ്മുടെ ചുറ്റിലുണ്ട്, പക്ഷെ നമ്മളത് തേടി അലയുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് വണ്ടികൾ പോകുന്നത് കൊണ്ട് ആ ശബ്ദം പിടിക്കേണ്ട വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കളിക്കുന്നത്. എന്തായാലും കട്ടൊക്കെ കൂടെ നിൽക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം എന്നാൽ ഞാൻ പുതിയ ഏതെങ്കിലും സൈറ്റ് കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ വീണ്ടും വരാം.